അങ്ങനെ ഒടുവിൽ നരേന്ദ്രമോദിക്കെതിരെയുള്ള കോൺഗ്രസിൻ്റെ ഒരായുധം കൂടെ വെച്ച് കീഴടങ്ങേണ്ടി വന്നു. നരേന്ദ്രമോദി എന്താ മണിപ്പൂരിൽ പോകാത്ത, അവിടെ എന്താ ശാന്തിയും സമാധാനം പുലർത്താനായി ഒന്നും ചെയ്യാത്ത എന്ന് 2.5 കൊല്ലമായി കോൺഗ്രസ് അലമുറയിട്ടിങ്ങനെ ചോദിച്ചുകൊണ്ടേയിരുന്നതിന് മറുപടി കൊടുത്തു നരേന്ദ്രമോദി. നേരെ അങ്ങ് മണിപ്പൂരിലേക്ക് പോയി. അവിടെ ചെന്ന് 2 മുറിവുകൾ വെച്ച് കെട്ടി. ഒന്ന് 7,300 കോടി രൂപയുടേതും ഒന്ന് 1,200 കോടി രൂപയുടെയും മരുന്ന് വെച്ച് കെട്ടി പോന്നിട്ടുണ്ട്. എന്തായാലും ഒരു മരുന്ന് വെച്ച് കെട്ടുമ്പോൾ ചെറിയൊരു നീറ്റലും പോച്ചിലൊക്കെ ഉണ്ടാവും. അതാണ് പ്രധാനമന്ത്രി തിരിച്ചു പോകുന്നതിന് ശേഷം അവിടെ ചെറിയ ചില പ്രശ്നങ്ങളും ബഹളങ്ങളും കലാപമൊക്കെ ഉണ്ടായി എന്ന് പത്രങ്ങളൊക്കെ റിപ്പോർട്ട് ചെയ്യുന്നത്. അത് കാര്യമായിട്ട് എടുക്കണ്ട, അതൊക്കെ കെട്ടടങ്ങിക്കൊള്ളും. കാരണം 2.5 കൊല്ലമായിട്ടുള്ള മുറിവല്ലേ, അത് ശാന്തമായിക്കോളും. എന്ന് മാത്രമല്ല, വർഷങ്ങളായിട്ട് ഈ 2 വിഭാഗങ്ങൾ, ഈ മേത്തികളും കുക്കികളും തമ്മിലുള്ള കലാപം തുടങ്ങിയിട്ട് അവർക്ക് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും കണ്ടുകൂടാം. അത് ഇന്നോ ഇന്നലെയോ തുടങ്ങിയതല്ല, വർഷങ്ങളായിട്ടുള്ളതാണ്. ഇടയ്ക്കൊന്ന് ശാന്തമാകും, വീണ്ടും പൊട്ടിപ്പുറപ്പെടും. അതിപ്പോൾ 2023 വീണ്ടും പൊട്ടിപ്പുറപ്പെട്ടു. BJP സർക്കാരായിരുന്നു അവിടെ ഉണ്ടായിരുന്നത്. എല്ലാം കിണഞ്ഞ് പരിശ്രമിച്ചിട്ടും ഒന്നും നടന്നില്ല. ഏതാണ്ട് 270 പേര് കൊല്ലപ്പെട്ടു. എന്ന് മാത്രമല്ല, ഒരു 60,000 പേരെങ്കിലും വീടൊഴിഞ്ഞു പോകേണ്ടി വന്നു. അവർ വിവിധ ദുരിതാശ്വാസ ക്യാമ്പുകളിലായിട്ട് കഴിയുകയാണ്. ആ 2 ദുരിതാശ്വാസ ക്യാമ്പുകളിൽ ചെന്നിട്ടും പ്രധാനമന്ത്രി നരേന്ദ്രമോദി അവരെയൊക്കെ ആശ്വസിപ്പിച്ച് വിവരങ്ങളൊക്കെ അന്വേഷിച്ച് പോന്നിട്ടുണ്ട്. അതിനുശേഷമാണ് ഈ മരുന്ന് വെച്ച് കിട്ടിയിട്ടുള്ളത്. അത് ഫലം കാണുമെന്ന് തന്നെയാണ് നമുക്ക് പ്രതീക്ഷ. ഇനി കോൺഗ്രസ്സുകാരെന്ത് പറയും, പ്രതിപക്ഷം എന്ത് പറയും? ഇനി നരേന്ദ്രമോദിക്കെതിരെ ആ ഒരു ആയുധമെടുത്ത് പ്രയോഗിക്കാൻ പറ്റില്ല. അതിസമർത്ഥമായി നരേന്ദ്രമോദി അതിനെ വളരെ തക്കതായ സമയത്ത് പോയിട്ട് ട്രീറ്റ്മെൻറ്റ് കൊടുത്തു പോകുന്നുണ്ട്. ഇത് കേൾക്കുമ്പോൾ നാട്ടിലുണ്ടായ ഒരു സംഭവം ഞാൻ പറയാം കേട്ടോ. നാട്ടിലൊരു പഴയ ഈ നാട്ടുവൈദ്യ കുടുംബം ഉണ്ടായിരുന്നു. അവരുടെ പരമ്പരയായിട്ട് നമ്മുടെ ഈ ആധുനിക വൈദ്യശാസ്ത്രമൊക്കെ വരുന്നതിന് മുമ്പ് നാട്ടിൽ എന്ത് അസുഖം വന്നാലും അവിടെ പോയിട്ട് വൈദ്യരെ കാണും. വൈദ്യർ കൊടുക്കുന്ന മരുന്ന് കൊടുത്താൽ അന്നത്തെ അസുഖങ്ങളെല്ലാം ഭേദമായിരുന്നു. കാരണം ഇന്ന് കാണുന്ന തരത്തിലുള്ള വലിയ അസുഖങ്ങളൊന്നും അന്ന് ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ വേഗം ഭേദമാവും. അങ്ങനെ പരമ്പരയായി ആധുനിക വൈദ്യശാസ്ത്രം വളർന്നു. മരുന്നുകളൊക്കെ വന്നപ്പോൾ കുറേ ജനം അതിൻ്റെ പുറകെ വിശ്വാസം പതുക്കെ ആധുനിക വൈദ്യശാസ്ത്രത്തിലായപ്പോൾ ഇദ്ദേഹത്തിൻ്റെ വരുമാനവും ഇതൊക്കെ നിലച്ചു കഴിഞ്ഞപ്പോൾ ഈ അടുത്ത തലമുറയിൽ ഈ വൈദ്യന് എന്ത് പറ്റുമെന്ന് വെച്ചാൽ കുറച്ച് പേരെങ്കിലും ഈ ആധുനിക വൈദ്യശാസ്ത്രത്തിലൊക്കെ പോകുമ്പോൾ 2 കൂടെ കഴിക്കും, 2 മരുന്നും കൂടെ കഴിക്കും. അവസാനം ഈ നാട്ടുവൈദ്യൻ്റെ അടുത്ത് എത്തുമ്പോൾ ഈയുള്ള അസുഖമൊക്കെ ആധുനിക മരുന്ന് കഴിച്ചിട്ട് കുറേ ഭേദമായിട്ടുണ്ടാവും. അവസാനം ഈ വൈദ്യം പറയും, ഞാൻ കൊടുത്ത മരുന്ന് കൊടുത്തിട്ടാണ് ഈ അസുഖമൊക്കെ ഭേദമായതെന്ന് ഒരു വീമ്പിളക്കി നാട് മുഴുവൻ പ്രചരിപ്പിക്കൂത്രേ. അങ്ങനെ ഒരു വിദ്വാനുണ്ടായിരുന്നു, ഒരു വൈദ്യനുണ്ടായിരുന്നു എന്നൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ട്. ആ കഥ എനിക്ക് ഓർമ്മ വന്നു. അത് ഇതുമായിട്ട് നിങ്ങൾ താരതമ്യം ചെയ്യരുത് കേട്ടോ. അങ്ങനെയൊന്നും ഉദ്ദേശിച്ചേ അല്ല ഈ പറഞ്ഞത്. എന്തായാലും വൈകി ഉദിക്കുന്ന ബുദ്ധിയായാലും ഒരിക്കലും ഉദിക്കാത്ത ബുദ്ധിയേക്കാൾ എത്രയോ ഭേദമാണെന്നാണ് പറയുന്നത്. ഇന്ന് ഇന്ത്യയിലെ പ്രമുഖ പത്രങ്ങളെല്ലാം മുഖപ്രസംഗം വരെ എഴുതി. നമ്മുടെ മലയാളത്തിലെ മാതൃഭൂമി പോലും അല്പം ലേറ്റായി പോയാലും ഇപ്പോൾ നരേന്ദ്രമോദി ചെയ്തത് വലിയ കാര്യമായി പോയി. അവിടുത്തെ പ്രശ്നങ്ങളൊക്കെ പരിഹരിക്കട്ടെ എന്ന് ആശംസിക്കുന്നുണ്ട്. പക്ഷേ അവിടുത്തെ ചില ഡിമാൻഡുകളോടൊന്നും, എന്താണ് ഈ മെയ്ത്തുകളുടെയും കുക്കികളുടെയും ആവശ്യമെന്നൊക്കെ കേട്ടറിഞ്ഞ് അതിനൊരു മരുന്ന് കൊടുത്തു എന്നറിയില്ല. കുറച്ച് വികസന പ്രവർത്തനങ്ങളൊക്കെയാണ് ഈ തുകയൊക്കെ കൊടുത്തെങ്കിൽ അതെല്ലാം അവിടുത്തെ ജീവിതത്തിൽ എന്തൊക്കെ മാറ്റങ്ങൾ ഉണ്ടാക്കും, ഇവർ തമ്മിലുള്ള വൈര്യങ്ങൾക്ക് അതൊരു സൊല്യൂഷനാവുമോ എന്നൊന്നും അറിയില്ല. കാരണം സ്വയംഭരണ പ്രദേശം വേണമെന്ന് ഒരു വിഭാഗം ആവശ്യപ്പെടുന്നുണ്ട്. അതൊന്നും പെട്ടെന്ന് എടുക്കാൻ പറ്റുന്ന ഒരു രാഷ്ട്രീയ തീരുമാനമല്ല എന്ന് നമുക്കൊക്കെ അറിയാം. പക്ഷേ അതിനൊക്കെ എന്താണ് മറുപടി ഉണ്ടാവുക, എത്ര കാലം രാഷ്ട്രപതി ഭരണം അവിടെ തുടരും എന്നുള്ള ചോദ്യത്തിനും നിങ്ങൾ പ്രേക്ഷകർക്ക് എന്തെങ്കിലും അഭിപ്രായമുണ്ടെങ്കിൽ അത് കമൻറ്റ് ബോക്സിലിടുക. തീർച്ചയായും ആ പ്രദേശത്ത് ശാന്തിയും സമാധാനവും പുലരട്ടെ എന്ന് ആശിക്കാം. നന്ദി, നമസ്കാരം. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഈ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോളൂ. താങ്ക് യു.